രണ്ട് കൂട്ടുകാർക്ക് ഒരു കമ്പനിയിൽ ജോലി കിട്ടി. നല്ല ശമ്പളമുള്ളൊരു ജോലിയാണ്. ആദ്യത്തെ വ്യക്തിയുടെ പേര് എഡ്വേർഡ്. ശമ്പളം കിട്ടി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹം ഒരു വീട് വാങ്ങി. പിന്നെ ഒരു പാർട്ടിക്കുലർ തുക ഓരോ മാസവും ഇദ്ദേഹത്തിന് ഡൗൺ പേയ്മെൻ്റായി ഈ വീടിന്മേൽ അടയ്ക്കണം. പിന്നെ ഇദ്ദേഹം ഒരു കാർ എടുത്തു, അതും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ. എൻ്റർടൈൻമെൻറ്റ്, ഫുഡ്, ക്ലോത്തിങ് തുടങ്ങി മറ്റ് ചിലവുകൾ വേറെ. അങ്ങനെ വളരെ തുച്ഛമായൊരു തുക മാത്രമേ അദ്ദേഹത്തിന് സേവ് ചെയ്യാൻ സാധിച്ചിരുന്നുള്ളൂ ഓരോ മാസവും. അതുകൊണ്ട് മാസാവസാനത്തിൽ അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഒന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥയാണ്. അതേസമയം ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായ ജേക്കബ് പുതിയൊരു വീടെടുക്കുന്നതിന് പകരം ചെറിയൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് താമസം മാറ്റി. എന്തെന്നാൽ ഒരു വീടെടുത്തു കഴിഞ്ഞാൽ അതിന്മേൽ കുറച്ച് ബാധ്യതയെല്ലാം ഉണ്ടാവും. അതിപ്പോൾ തനിക്ക് അഫോർഡ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് ആ ഒരു ആഗ്രഹം അദ്ദേഹം പിന്നത്തേക്ക് മാറ്റിവെച്ചു. അദ്ദേഹം പുതിയതായി കാറൊന്നും വാങ്ങിച്ചില്ല. അതിനു പകരം പബ്ലിക് ട്രാൻസ്പോർട്ട് വഴി തന്നെയായിരുന്നു അദ്ദേഹം യാത്ര ചെയ്തിരുന്നത്. അതുകൊണ്ട് അവിടെ അദ്ദേഹത്തിന് വളരെ ചെറിയൊരു തുക മാത്രമേ എക്സ്പെൻസ് ആയിട്ട് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള മറ്റെല്ലാ കാര്യങ്ങളിലും ഇദ്ദേഹത്തിനൊരു ഫൈനാൻഷ്യൽ കൺട്രോൾ ഉണ്ടായിരുന്നു. എല്ലാം ചിലവ് ചുരുക്കി ഉപയോഗിക്കുന്ന ഒരു ശീലം. അതുകൊണ്ട് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കാര്യമായ പൈസയൊന്നും ചിലവാക്കേണ്ടെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഫുഡിൻ്റെ കാര്യമെടുത്താൽ ഹോംലി ഫുഡിനോടായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം. അവിടെയും അദ്ദേഹം ചിലവ് ചുരുക്കി. ഈ രീതിയിൽ മോശമല്ലാത്തൊരു തുക അദ്ദേഹത്തിന് ഓരോ മാസവും സേവ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. എഡ്വേർഡ് അവിടെ വളരെയധികം ആഘോഷിച്ചുകൊണ്ട് ജീവിക്കുന്ന സമയത്ത് ജേക്കബിൻ്റെ ജീവിത രീതി വളരെ മിനിമലായിരുന്നു. ചില സമയത്ത് എഡ്വേർഡ് ജേക്കബിനോട് ചോദിക്കും, നിന്റെ കാർ എങ്ങനെയുണ്ട്? പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ജേക്കബിനോട് കാർ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം കുറച്ചൊന്ന് അപ്സെറ്റ് ആവും. കാരണം നല്ല നല്ല വണ്ടികൾ ഉപയോഗിക്കാനുള്ള ഒരു ഡ്രീം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ ഇതിനൊക്കെയുള്ള പണം അദ്ദേഹം സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഭാവിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായി. അദ്ദേഹം ഈ പൈസയെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി ചെറിയ ചെറിയ പ്രോജക്ട്സിലായിട്ട്. ആദ്യം അദ്ദേഹം ഒരു കടയിട്ടു. അവിടെ ഒരു ജോലിക്കാരനെ വെച്ചുകൊണ്ടാണ് അയാളത് തുടങ്ങിയത്. അവിടെ ആ കടയുടെ ഇലക്ട്രിസിറ്റി ബില്ലും അവിടുത്തെ ആ ജോലിക്കാരൻ്റെ ശമ്പളവും എല്ലാം കൊടുത്തതിന് ശേഷവും കുറച്ച് പൈസ ഇദ്ദേഹത്തിൻ്റെ പോക്കറ്റിലേക്ക് തന്നെ വരും. ആ ഒരു കണ്ടീഷനിൽ പോലും അദ്ദേഹം സ്പെൻഡ് ചെയ്യുന്ന പൈസയുടെ എമൗണ്ട് കൂട്ടാനായി അദ്ദേഹം തയ്യാറായിരുന്നില്ല. പഴയതുപോലെ തന്നെ കുറച്ച് സ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചുകൊണ്ടിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ചെറിയ കടയിൽ നിന്ന് മാറി ഒരു മോശമല്ലാത്തൊരു റെസ്റ്റോറൻറ്റ് ഇടാനുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തി ജേക്കബ്. പിന്നീട് അദ്ദേഹം ചുരുങ്ങിയ ലോണിൽ കുറച്ച് റിയൽ എസ്റ്റേറ്റ് എടുത്തുകൊണ്ട് അവിടെ ഒരു ബിൽഡിംഗ് ക്രിയേറ്റ് ചെയ്തു. അവിടെ അദ്ദേഹത്തിന് കുറച്ച് ലോൺ എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പിന്നീട് ആ ബിൽഡിങ്ങിലെ മുറികളെല്ലാം മറ്റ് കമ്പനികളിലെ ഓഫീസ് വർക്കിന് വേണ്ടി വാടകയ്ക്ക് കൊടുത്തു. ആദ്യം ഉണ്ടാക്കിയ റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള ഇൻകവും ബിൽഡിങ്ങിലെ റെൻ്റൽ ഇൻകവും രണ്ടും ജേക്കബിൻ്റെ പോക്കറ്റിലേക്ക് തന്നെ വന്നുകൊണ്ടിരുന്നു. ഇവിടെ നിന്നുള്ള ഇൻകം എല്ലാം കൂടി ചേർക്കുന്ന സമയത്ത് ലോൺ അടച്ചതിന് ശേഷവും അദ്ദേഹത്തിന് പ്രോഫിറ്റ് തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ ബിസിനസ് സോഴ്സിൽ നിന്നും കൂടി അദ്ദേഹത്തിന് നല്ലൊരു റവന്യൂ തന്നെ വന്നു തുടങ്ങി. ഇതെല്ലാം അദ്ദേഹം ആദ്യം ചെയ്തുകൊണ്ടിരുന്ന ജോലി നിർത്താതെയായിരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ ജോലി ചെയ്തിരുന്ന കമ്പനിക്ക് കുറച്ച് മോശം സമയമായി തുടങ്ങി. ഒരുപാട് മോശം തീരുമാനങ്ങളും റെസഷനും മൂലം കമ്പനിക്ക് 1000 ജോലിക്കാരെ പിരിച്ചുവിടേണ്ടതായി വന്നു. അതിൽ എഡ്വേർഡും ജേക്കബും ഉൾപ്പെടും. എഡ്വേർഡിന് ഈ സിറ്റുവേഷൻ വളരെയധികം ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നി. കാരണം പിരിച്ചുവിടാന്ന് പറഞ്ഞാൽ അതാർക്കും അത്ര ഇഷ്ടമുള്ളൊരു കാര്യമൊന്നും ആയിരിക്കില്ല. അതിനപ്പുറത്തേക്ക് ഈ ഒരു സിറ്റുവേഷൻ്റെ സീരിയസ്നെസ്സിനെ കുറിച്ച് അദ്ദേഹം ചിന്തിച്ചിരുന്നില്ല. പിരിച്ചുവിട്ട സമയത്ത് ജേക്കബിനും വളരെയധികം വിഷമം തോന്നി. എന്നാൽ അതിനോടകം അദ്ദേഹത്തിൻ്റെ വരുമാനം തന്നെ ഈ ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിനേക്കാൾ കൂടുതലുണ്ടായിരുന്നു. അതിനപ്പുറം അദ്ദേഹത്തിന് ആവശ്യത്തിന് സേവിങ്സും ഉണ്ട്. അദ്ദേഹം ആവശ്യത്തിന് മാത്രമേ ചിലവാക്കിയിരുന്നുള്ളൂ. അതേസമയം എഡ്വേർഡിൻ്റെ കാര്യം കുറച്ച് ഡിഫറൻ്റ് ആയിരുന്നു. അദ്ദേഹം ആവശ്യത്തിലധികം പൈസ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നു അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി. അദ്ദേഹം എടുത്ത വീടിൻ്റെ ലോണിൻ്റെ പകുതി മാത്രമേ അടച്ചു തീർന്നിട്ടുള്ളൂ. ബാക്കി പകുതി കൂടി അടയ്ക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ വരുമാന മാർഗം ഇപ്പോൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എഡ്വേർഡിന് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ലോൺ അടയ്ക്കാനായി അദ്ദേഹത്തിൻ്റെ ബാങ്ക് അദ്ദേഹത്തെ ധൃതി കൂട്ടിക്കൊണ്ടിരുന്നു. ബാങ്ക് ആർക്കാണ് ലോൺ പാസ്സാക്കി കൊടുക്കാമെന്ന് ചോദിച്ചാൽ ആ പൈസയുടെ ആവശ്യം ആർക്കാണോ ശരിക്കും ഇല്ലാത്തത് അവർക്കായിരിക്കും ബാങ്ക് ലോൺ കൊടുക്കുക. ഇവിടെ എഡ്വേർഡിൻ്റെ കാര്യത്തിലും സംഭവിച്ചത് അതുതന്നെയാണ്. മൊത്തത്തിൽ എക്കണോമിക് ക്രൈസിസ് ഉള്ളതുകൊണ്ട് വീണ്ടും നല്ലൊരു ജോലി അദ്ദേഹത്തിന് ലഭിച്ചില്ല. അങ്ങനെ ആ വീട് വിൽക്കാനായി അദ്ദേഹം തീരുമാനിച്ചു. എന്നാൽ ലോൺ അടച്ചു തീർക്കാൻ തനിക്ക് സാധിക്കില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. ഇവിടെ എഡ്വേർഡിന് ഏറ്റവും വിഷമം ഉണ്ടാകുന്ന കാര്യം എന്താണെന്നാൽ ഒരുപാട് വർഷങ്ങളായിട്ട് അദ്ദേഹം ഇതിൻ്റെ ലോൺ അടച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നും തന്നെയില്ല. ആ വീട് അദ്ദേഹത്തിന് വിൽക്കേണ്ടതായി വന്നു. അതേസമയം ജേക്കബിന് പുതിയൊരു വീടെടുക്കാനായിട്ട് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ വിവിധ ബിസിനസ്സുകളിൽ വളർച്ചയും ഉണ്ടായി. പിന്നീട് ഒരിക്കലും ഈ പഴയ കൂട്ടുകാർ തമ്മിൽ കണ്ടു. എഡ്വേർഡ് ജേക്കബിനോട് തൻ്റെ കണ്ടീഷനെ കുറിച്ച് എല്ലാം വിവരിച്ചു. ജേക്കബ് എഡ്വേർഡിനോട് പറഞ്ഞു, എൻ്റെ ചെറിയ ചില സ്ഥാപനങ്ങൾ നോക്കി നടത്താനായി ഇപ്പോൾ ആളില്ലാണ്ടിരിക്കുകയാണ്. അതെല്ലാം നോക്കി നടത്താൻ നീ തയ്യാറാണെങ്കിൽ നിന്നെ ഞാൻ ഹയർ ചെയ്യാം. എന്നാൽ അന്ന് കമ്പനിയിൽ നിന്ന് ലഭിച്ച അത്രയും ശമ്പളമൊന്നും എനിക്ക് തരാനായിട്ട് സാധിക്കില്ല. നീ റെഡിയാണോ? ഫൈനാൻഷ്യൽ കണ്ടീഷൻസ് എല്ലാം വളരെയധികം മോശമായി കിടക്കുന്ന എഡ്വേർഡിന് അത് നല്ലൊരു ഡീലായിട്ട് തന്നെ തോന്നി. അദ്ദേഹം ജേക്കബിന് കൈ കൊടുത്തു. അങ്ങനെ അദ്ദേഹം എഡ്വേർഡിന് വേണ്ടി വർക്ക് ചെയ്തു തുടങ്ങി. പിന്നീട് അദ്ദേഹം ചെറിയൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറി പൈസ സേവ് ചെയ്യാനായിട്ട് തുടങ്ങി, ചെലവ് ചുരുക്കിക്കൊണ്ട്. റോബർട്ട് കിയോസാക്കി അദ്ദേഹം കുട്ടിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ റിച്ച് ഡാഡിനൊപ്പം വർക്ക് ചെയ്തിരുന്നു.
ഒരു മണിക്കൂറിൽ 10 സെൻസ് എന്നുള്ള സാലറിയോട് കൂടിയായിരുന്നു കുട്ടിയായിരുന്ന റോബർട്ട് കിയോസാക്കി അദ്ദേഹത്തിൻ്റെ റിച്ച് ഡാഡിനൊപ്പം വർക്ക് ചെയ്തിരുന്നത്. എന്നാൽ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി തുടങ്ങി ഈ ലഭിക്കുന്ന സാലറി ഒട്ടും പോരാന്ന്. അതുകൊണ്ട് തന്നെ തൻ്റെ സാലറി കൂട്ടി നൽകുന്നതിനെക്കുറിച്ച് കുട്ടിയായ റോബർട്ട് കിയോസാക്കി തൻ്റെ റിച്ച് ഡാഡിനോട് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ റിച്ച് ഡാഡ് ഉണ്ടായിരുന്ന സാലറി കൂടി കട്ട് ചെയ്യുകയാണ് ചെയ്തത്. അത് എന്തിനാണ് ചെയ്തതെന്ന് റോബർട്ട് കിയോസാക്കി തൻ്റെ റിച്ച് ഡാഡിനോട് ചോദിച്ചു. അന്നേരം അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ നീ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സാധാരണ എംപ്ലോയി എങ്ങനെയാണോ ചിന്തിക്കുക അതേ ലെവലിൽ തന്നെയാണ്. അത് മാറ്റിയെടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. സാലറി ലഭിക്കുന്നതോടുകൂടി ഒരു വ്യക്തി ഒരു എംപ്ലോയിയുടെ പെർസ്പെക്റ്റീവിലായിരിക്കും പിന്നീട് ചിന്തിച്ചു തുടങ്ങുക. എങ്ങനെയായിരിക്കും ഒരു എംപ്ലോയി ചിന്തിക്കുക? തൻ്റെ വർക്ക് ഫീൽഡിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം, ഇങ്ങനെ ഒരുപാട് സാലറി ലഭിക്കണം, ഇതുപോലെ ലഭിച്ച സാലറി ഒരുപാട് എക്സ്പെൻസ് ഒന്നും തന്നെ ചെയ്യാതെ സേവ് ചെയ്ത് വെക്കണം. ഈ ഒരു പാറ്റേണിലായിരിക്കും എല്ലാ എംപ്ലോയിയും ചിന്തിക്കുക. സാലറി ലഭിച്ചു തുടങ്ങിയ സമയത്ത് കുട്ടിയായ റോബർട്ട് കിയോസാക്കിയും ഇതേ രീതിയിൽ തന്നെയായിരുന്നു ചിന്തിച്ചു തുടങ്ങിയത്. റൂൾ നമ്പർ 1, ഇൻക്രീസ് യുവർ എക്സ്പെൻസസ് ആൻഡ് ഡിക്രീസ് യുവർ ഇൻകം. ഇൻക്രീസ് യുവർ എക്സ്പെൻസസ് ആൻഡ് ഡിക്രീസ് യുവർ ഇൻകം. ഇതെങ്ങനെയാണ് പോസിബിൾ ആവുക? ഇതിപ്പോൾ നേരെ തിരിച്ചായി പോയില്ലേ? ഇത് ഏത് പേഴ്സ്പെക്റ്റീവിലുള്ളതാണെന്നാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇൻക്രീസ് യുവർ എക്സ്പെൻസസ്. എക്സ്പെൻസസ് കൂട്ടുക എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എക്സ്പെൻസസ് 2 രീതിയിലുണ്ട്. ഒന്ന് ബാഡ് എക്സ്പെൻസസ്, ഒന്ന് ഗുഡ് എക്സ്പെൻസസ്. ബാഡ് എക്സ്പെൻസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യാതൊരുവിധ റിട്ടേൺസും പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കാത്ത എക്സ്പെൻസസ്. ഫോർ എക്സാമ്പിൾ, ഒരാൾ ആവശ്യത്തിനേക്കാൾ കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാറ് വാങ്ങാണ്, രാജ്യം മുഴുവൻ ട്രാവൽ ചെയ്യാണ്. ഇതെല്ലാം തന്നെ ബാഡ് എക്സ്പെൻസസിൽ പെടുന്നതാണ്. ഇതൊന്നും തന്നെ യാതൊരുവിധ റിട്ടേൺസും പ്രൊവൈഡ് ചെയ്യില്ല. എക്സ്പെൻസസ് മാത്രമായിരിക്കും ഒരാൾക്ക് ഈ ഒരു പ്രോസസ്സിൽ ഉണ്ടാവുക. ഇതെല്ലാം തന്നെ ബാഡ് എക്സ്പെൻസസ്. എങ്കിൽ പിന്നെ എന്തായിരിക്കും ഗുഡ് എക്സ്പെൻസസ്? ഒരാൾ തൻ്റെ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് വാങ്ങാണ്, കൂടുതൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെ ഹയർ ചെയ്യാണ്, ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങാണ്. ഇതെല്ലാം തന്നെ ഇപ്പോഴത്തെ പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എങ്കിൽ പോലും ഇതെല്ലാം തന്നെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെയെല്ലാമാണ് ഗുഡ് എക്സ്പെൻസസ് എന്ന് വിളിക്കുക. കാരണം ഒരു പാർട്ടിക്കുലർ പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ല റിട്ടേൺസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളാണ് ഈ ചെയ്യുന്നതെല്ലാം തന്നെ. ഇനി ഇതിലത്തെ രണ്ടാമത്തെ പോയിന്റ്, ഡിക്രീസ് യുവർ ഇൻകം. ഇൻകം കുറയ്ക്കാനായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ്? ഏതൊരു ജോലിയാണോ അതല്ലെങ്കിൽ ബിസിനസ്സാണോ ചെയ്യുന്നത് അതിൽ നിന്നും മിനിമം എമൗണ്ട് മാത്രം വിഡ്രോ ചെയ്തുകൊണ്ട് ബാക്കിയെല്ലാം തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റിൽ സേവിങ്സ് കട്ട് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യാന്നുള്ളതാണ്. ഒരാളുടെ ഇൻകം വർദ്ധിക്കുന്നതോടുകൂടി അയാൾക്ക് പേ ചെയ്യേണ്ട ടാക്സും വർദ്ധിക്കും. ആ ഒരു കേസിൽ എവൻച്വലി നമ്മുടെ കയ്യിലുള്ള പൈസയെ ഗ്രോ ചെയ്യാനായിട്ട് നമ്മൾ അനുവദിക്കുന്നില്ല. അതുമാത്രമല്ല, ഒരാളുടെ ഇൻകം വർദ്ധിക്കുന്ന സമയത്ത് അയാൾ തൻ്റെ കയ്യിലുള്ള എമൗണ്ട് കീപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് ഓബ്വിയസ്ലി ഏതെങ്കിലും ഒരു ബാങ്കിലായിരിക്കും. അതായത് ഏതെങ്കിലും ഒരു സേവിങ്സ് അക്കൗണ്ടിലോ അതല്ലെങ്കിൽ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിലോ. ഇവയൊന്നും തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റിന് ഒരിക്കലും ഇൻഫ്ലേഷനെ മറികടക്കാനായിട്ട് സാധിക്കില്ല. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള പൈസയുടെ വാല്യൂ എവൻച്വലി കുറഞ്ഞുകൊണ്ട് വരികയായിരിക്കും ഈ കണ്ടീഷൻസിലെല്ലാം തന്നെ. നമ്പർ 2, ദ BI ട്രയാങ്കിൾ. റോബർട്ട് കിയോസാക്കി തൻ്റെ ഇതിന് മുൻപത്തെ പുസ്തകത്തിൽ ക്യാഷ് ഫ്ലോ ക്വാഡ്രൻറ്റിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. ഒരാൾക്ക് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ ഈ ക്യാഷ് ഫ്ലോ ക്വാഡ്രൻറ്റിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് മൂവ് ചെയ്യേണ്ടതെന്ന്. അതായത് അയാൾ ഫോക്കസ് ചെയ്യേണ്ടത് ബിസിനസ്സിലോ അതുപോലെ തന്നെ ഇൻവെസ്റ്റിങ്ങിലോ ആയിരിക്കണം. B സ്റ്റാൻഡ്സ് ഫോർ ബിസിനസ് ആൻഡ് I സ്റ്റാൻഡ്സ് ഫോർ ഇൻവെസ്റ്റിംഗ്. എങ്കിൽ പിന്നെ എന്താണ് ഈ BI ട്രയാങ്കിൾ? എല്ലാ ബിസിനസ്സിൻ്റെയും സക്സസ്സിന് വേണ്ടി 3 പ്രധാനപ്പെട്ട പില്ലേഴ്സ് ഉണ്ടായിരിക്കും. നമ്പർ 1, മിഷൻ. ഏതൊരു ബിസിനസ്സിൻ്റെയും തുടക്കത്തെ സ്റ്റേജിൽ അതിനൊരു സ്പിരിച്വൽ മിഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വളരെയധികം സ്ട്രാറ്റജിക് ആയിട്ടുള്ള ബിസിനസ് മിഷൻ ഉണ്ടായിരിക്കണം. നമ്പർ 2, ടീം. ബിസിനസ് ഒരിക്കലും ഒരാളെ കൊണ്ട് മാത്രമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. ഇതൊരു ടീം വർക്ക് തന്നെയാണ്. ഇതൊരു ടീം സ്പോർട്ട് എന്ന് കൺസിഡർ ചെയ്യാനായിരിക്കും കൂടുതൽ ബെറ്റർ ആയിരിക്കുക. ഇതുപോലെ ഒരു ബിസിനസ് സ്ട്രക്ചറിനും 4 പില്ലേഴ്സ് ഉണ്ടായിരിക്കും. E, S, B ആൻഡ് I. E സ്റ്റാൻഡ്സ് ഫോർ എക്സലൻ്റ് എംപ്ലോയീസ്. അതായത് ആ ഒരു സിസ്റ്റത്തിനകത്ത് എംപ്ലോയീസ് എത്രത്തോളം നന്നായിട്ടാണ് കോർപ്പറേറ്റ് ചെയ്യുന്നതെന്ന്. S സ്റ്റാൻഡ്സ് ഫോർ സ്പെഷ്യലിസ്റ്റ്. ഒരു ബിസിനസ് നടത്തിക്കൊണ്ടു പോകാനായിട്ട് ആ ഒരു ബിസിനസ്സിൻ്റെ എല്ലാ പാർട്സിനെ കുറിച്ചും ബിസിനസ് ഓണേഴ്സിന് അറിഞ്ഞിരിക്കണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല. ഓരോ ഏരിയാസും സ്പെഷ്യലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ആളുകളെ പ്രോപ്പറായിട്ട് ഹയർ ചെയ്യാനായിട്ട് സാധിച്ചാൽ മാത്രം മതി. B സ്റ്റാൻഡ്സ് ഫോർ ബിസിനസ് ഓണേഴ്സ് ആൻഡ് I സ്റ്റാൻഡ്സ് ഫോർ ഇൻവെസ്റ്റേഴ്സ്. അൾട്ടിമേറ്റ്ലി ആ ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള ഓണേഴ്സും വേണം, അതുപോലെ തന്നെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സും ആവശ്യമായിട്ടുണ്ട്. പ്രോപ്പറായിട്ട് റൺ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ബിസിനസ്സിന് ഈ 4 പില്ലേഴ്സും വെൽ മെയിൻറ്റൈൻഡ് ആയിരിക്കും. BI ട്രയാങ്കിളിൻ്റെ 3ാമത്തെ സൈഡാണ് ലീഡർഷിപ്പ്. ഒരു പെർഫെക്റ്റ് ലീഡറിൻ്റെ ജോബ് എന്ന് പറയുന്നത് അവരുടെ എംപ്ലോയീസിനെയും അതുപോലെ തന്നെ മറ്റ് കോർപ്പറേറ്റ് വർക്കേഴ്സിനെയും ആക്ഷൻ എടുക്കാനായിട്ട് ഇൻസ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ ആളുകളൊന്നും തന്നെ ഒരു എംപ്ലോയി ലെവലിൽ ചിന്തിച്ചുകൊണ്ടായിരിക്കരുത് ഓരോ ആക്ഷൻസ് എടുക്കേണ്ടത്. പകരം അവർ തന്നെയാണ് ആ ബിസിനസ്സിൻ്റെ ഓണേഴ്സ്. എങ്കിൽ അവർ ഏത് രീതിയിലുള്ള ആക്ഷൻ ആയിരിക്കും പുറത്തെടുക്കുക, അതായിരിക്കും അവർ പുറത്തെടുക്കേണ്ടത്. ഈ രീതിയിൽ അവരെ കൊണ്ട് ചിന്തിപ്പിച്ചുകൊണ്ട് ആക്ഷൻ എടുപ്പിക്കുക. ഇതൊരിക്കലും ഒരു എളുപ്പമുള്ള കാര്യമല്ല. ഈ രീതിയിൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ള ലീഡേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അത് ഒരുപക്ഷെ നമ്പേഴ്സിൽ മാത്രമേ നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇതാണ് BI ട്രയാങ്കിളിൻ്റെ പ്രധാനപ്പെട്ട 3 പില്ലേഴ്സ്. ഈ 3 പില്ലേഴ്സിനെ കൂടാതെ ഇനിയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിലേറ്റവും ആദ്യത്തെയാണ് ക്യാഷ് ഫ്ലോ.
അൺലെസ് ആൻഡ് അതർവൈസ് മണി മാനേജ്മെൻറ്റിനെ കുറിച്ച് ഒന്നും തന്നെ അറിയാതെ ഒരിക്കലും ഒരു ബിസിനസ് റൺ ചെയ്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കില്ല. ക്യാഷ് ഫ്ലോൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കുമെന്ന് ഓരോ ബിസിനസ്സിനെയും ഡിപ്പെൻഡ് ചെയ്യും. നമ്പർ 2, കമ്മ്യൂണിക്കേഷൻ. ലീഡർഷിപ്പ് സ്കില്ലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ആയിരിക്കും കമ്മ്യൂണിക്കേഷൻ. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ എത്രത്തോളം ബെറ്റർ ആയിരിക്കുമോ അത്രത്തോളം ബെറ്റർ തന്നെയായിരിക്കും നമ്മുടെ ക്യാഷ് ഫ്ലോയും. നമ്പർ 3, സിസ്റ്റം. ഇവൻച്വലി ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരുപാട് ചെറിയ ചെറിയ സിസ്റ്റംസിൻ്റെ ഒരു കൂട്ടത്തെയാണ് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു സിസ്റ്റം ഫെയിൽ ആവുന്ന സമയത്ത് അത് മറ്റെല്ലാ സിസ്റ്റത്തിനെയും എഫക്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഒരു സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ മറ്റെല്ലാ സിസ്റ്റത്തിൻ്റെയും ഫെയിലിയറിന് കാരണമാവും. ഫോർ എക്സാമ്പിൾ ക്യാഷ് ഫ്ലോ എന്നുള്ള ആ ഒരു സിസ്റ്റം ഫെയിലായി കഴിഞ്ഞാൽ ആ ഒരു ബിസിനസ്സിൻ്റെ എക്സിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും ആ ഒരു ബിസിനസ് തകരുക തന്നെ ചെയ്യും. ആ ഒരു ബിസിനസ്സിൻ്റെ മറ്റെല്ലാ സിസ്റ്റത്തിനും ഈ ഒരു കേസിൽ യാതൊരുവിധ എക്സിസ്റ്റൻസും ഉണ്ടായിരിക്കില്ല പിന്നീട്. ഇവിടെ ഇപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോ ഐറ്റവും ഓരോ സിസ്റ്റമാണ്. ഈ സിസ്റ്റംസിനെ എല്ലാം തന്നെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോയാലേ ആ ഒരു ബിസിനസ്സിന് നിലനിൽപ്പുണ്ടായിരിക്കുള്ളൂ. നമ്പർ 4, ലീഗൽ. ഈ ഒരു സ്ട്രക്ചറിലെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുക എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ടാക്സ് ലോസ്. ഒരു ബിസിനസ് റൺ ചെയ്യുന്ന സമയത്ത് ടാക്സ് ബെനിഫിറ്റ്സ് എടുക്കാനായിട്ട് ഫൈനാൻഷ്യലി സ്മാർട്ടായിട്ടുള്ള ആളുകളെ ഹയർ ചെയ്യുക. ടാക്സിൻ്റെ കാര്യം മാത്രമല്ല, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ലോസ്, കോൺട്രാക്ട്സ് തുടങ്ങി ലീഗലായിട്ടുള്ള ഫോർമാലിറ്റീസ് എല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള ആളുകളെ ഹയർ ചെയ്യുക തന്നെ ആവശ്യമാണ്. ഫൈനലി, പ്രോഡക്റ്റ് എന്നുള്ള ഫാക്ടർ അവസാനമായതുകൊണ്ട് അർത്ഥം ഇതല്ല, അതായത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നന്നാക്കിക്കൊണ്ട് പ്രോഡക്റ്റ് മോശമാണെങ്കിലും കുഴപ്പമില്ല എന്ന്. ഓഫ് കോഴ്സ് അൾട്ടിമേറ്റ്ലി ഒരു ബിസിനസ് എക്സിസ്റ്റ് ചെയ്യുന്നത് തന്നെ അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ പേരിൽ തന്നെയായിരിക്കും. എങ്കിൽ പോലും മക്ഡൊണാൾഡ്സിനേക്കാൾ നന്നായിട്ട് ബർഗർ ഉണ്ടാക്കാനായിട്ട് മറ്റുള്ള ആളുകൾക്ക് സാധിക്കുമോ? സാധിക്കും എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. എങ്കിൽ പിന്നെ അവർക്കൊന്നും തന്നെ ഇതുപോലുള്ളൊരു ബിസിനസ് മോഡൽ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? കാരണം ഒരു ബിസിനസ് മോഡൽ ബിൽഡ് ചെയ്യണമെങ്കിൽ അതിന് ചുറ്റുമുള്ള ഈ ഫാക്ടേഴ്സ് എല്ലാം തന്നെ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രോഡക്റ്റ് മാത്രം നന്നായതുകൊണ്ട് ഒരു ബിസിനസ്സിന് ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ ഒരു പ്രോഡക്റ്റിൻ്റെ പാക്കേജിങ് നന്നായിരിക്കണം, മാർക്കറ്റിംഗ് നന്നായിരിക്കണം, ഇതുപോലുള്ള മറ്റ് ഫാക്ടേഴ്സ് ഇനിയും ഉണ്ട്. ഇതെല്ലാം കൂടി ഒത്തുചേരുന്ന സമയത്ത് മാത്രമേ ആ ഒരു സിസ്റ്റത്തിനെ സക്സീഡ് ചെയ്തുകൊണ്ട് ലോങ് ടൈമിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. ആ ഒരു കോർപ്പറേറ്റിലെ എൻ്റെ സിസ്റ്റമാണ് ആ ഒരു ബിസിനസ്സിനെ സക്സസ്ഫുൾ ആക്കി മാറ്റുന്നത്. അതിലേതെങ്കിലും ഒരു സിസ്റ്റം മോശമാവുന്ന സമയത്ത് തന്നെ അത് എൻ്റയർ ബിസിനസ്സിനെയും എഫക്റ്റ് ചെയ്ത് തുടങ്ങും. ഈ ഒരു എൻ്റയർ സിസ്റ്റത്തിനെ മാനേജ് ചെയ്യുന്നതിനെയാണ് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുക. ഇപ്പോൾ തോന്നുന്നുണ്ടാവും ഇതിനെല്ലാം വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇൻവെസ്റ്റിംഗ് എത്രത്തോളം എളുപ്പമാണെന്ന്. തീർച്ചയായിട്ടും ശരിയാണ്. ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് റൺ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്ന ഒരു കമ്പനിയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആ ഒരു കമ്പനിയുടെ പാർട്ട് ഓണറാണ്. എങ്കിൽ പോലും ഇപ്പോൾ പറഞ്ഞ ഈ ഓപ്പറേഷൻസ് ഒന്നും തന്നെ നമുക്ക് കൈകാര്യം ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല. ഇതുപോലെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്ന എക്സ്പെർട്സാണ് ആ ഒരു ബിസിനസ് റൺ ചെയ്യുന്നത്. ഇതാണ് റോബർട്ട് കിയോസാക്കിയുടെ BI ട്രയാങ്കിൾ. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒരു അസറ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക തന്നെയാണ്. ഇൻവെസ്റ്റിങ്ങിന് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് അല്ല ഇത്, പകരം ബിസിനസ് ബേസ്ഡ് ആണ്. കൂടുതൽ കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറയാം. ടേക്ക് കെയർ.